പ്രമുഖ ജാപ്പനീസ് ഭാഷാ പരിശീലന സ്ഥാപനമായ ടോക്കിയോ ലാംഗ്വേജ് അക്കാദമിയുടെ കേരള ബ്രാഞ്ച് ഏറ്റുമാനൂർ SMS കോളേജിൽ ആരംഭിക്കുന്നു. വെള്ളിയാഴ്ച മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഏറ്റുമാനൂർ SMS കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജപ്പാനിലെ ജനസംഖ്യയിലുണ്ടായ കുറവ് മൂലം വൈദഗ്ധ്യമുള്ള വിദേശ പ്രൊഫഷണലുകളുടെ ലഭ്യത കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് പ്രത്യേകിച്ച് IT, എഞ്ചിനീയറിംഗ്, ആരോഗ്യ സംരക്ഷണം, സാങ്കേതിക മേഖലകളിൽ അവസരം ലഭ്യമാകുന്നത്. 2002 പ്രവർത്തനം ആരംഭിച്ച് 23 വർഷം പിന്നിടുന്ന SMS കോളേജ് എന്തുകൊണ്ട് ജാപ്പനീസ് ലാംഗ്വേജ് ട്രെയിനിങ് അക്കാദമി ടോക്കിയോ അക്കാദമിയുമായി കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ജപ്പാനിലോട്ട് വളർന്നു വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റിയും അവിടേക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ജപ്പാൻ ടെക്നോളജി വൈസിലും മറ്റു കാര്യങ്ങളിലും സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നതും നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായും +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് ഏത് ജോലി വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഒരു വിദേശ പഠനം അല്ലെങ്കിൽ ഒരു വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പൂർണ്ണമായും വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് ജപ്പാനിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നത് വളരെ പ്രത്യേകതയാണ്. ജാപ്പനീസ് ലാംഗ്വേജ് ട്രെയിനിങ്ങിൻ്റെ ബേസിക്സ് ലെവലിൽ കംപ്ലീറ്റ് ചെയ്ത് ക്വാളിഫിക്കേഷൻ പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ ജോലി തേടാം. ഏത് മേഖലയിലാണോ പഠനം പൂർത്തിയാക്കിയത് ആ മേഖലയിൽ മാത്രം ഹയർ സ്റ്റഡി അനുവദിച്ചു കൊടുക്കുന്ന മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർക്കൊരു കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജപ്പാനിലെ തൊഴിലവസരങ്ങൾ സ്വായത്തമാക്കുന്നതിന് അവസരമൊരുക്കുകയാണ് ടോക്കിയോ അക്കാദമിയുടെ കേരള ബ്രാഞ്ച് ഏറ്റുമാനൂർ SMS കോളേജിൽ ആരംഭിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ ഏറ്റുമാനൂർ നഗരസഭ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് അധ്യക്ഷത വഹിക്കും. CEO ആൻഡ് ഡയറക്ടർ പളനിസ്വാമി, ടോക്കിയോ അക്കാദമി കോയമ്പത്തൂർ ജപ്പാൻ പ്രതിനിധികളായ KG കിക്കുജി, MD ടെക്നോസ്മൈൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, കോക്കി അസറ്റോ, ജാപ്പനീസ് ട്രെയിനിങ് കേരള ബ്രാഞ്ച് ഡയറക്ടർ ഡോക്ടർ സൂര്യ രഞ്ജിത്ത് എന്നിവർ സന്നിഹിതരായിരിക്കും.